ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ സമയം ചിന്തയ്ക്കായെടുത്ത വിശുദ്ധ വേദഭാഗം വെളിപ്പാട് പുസ്തകം 1-ാമത്തെ അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം. എന്നോട് സംസാരിച്ച നാദം എന്ത് എന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞപ്പോൾ 7 പൊൻനിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായവനെയും കണ്ടു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇവിടെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ 7 പൊൻനിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിൽക്കുന്നവനായി യോഹന്നാൻ കാണുവാനായിടയായിത്തീർന്നു. നാം പഴയ നിയമത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരികയാണെങ്കിൽ, പഴയ നിയമത്തിൽ പുരോഹിതൻ നിലവിളക്കുകളുടെ അടുത്ത് നിന്ന് എണ്ണ ഒഴിക്കുകയും തിരി കൊളുത്തുകയും ചെയ്യുമായിരുന്നു പുരോഹിതൻ്റെ ജോലി. അപ്പോൾ ഇവിടെ 7 നിലവിളക്കുകൾ 7 സഭകളാകുന്നു. അതിൻ്റെ അർത്ഥം സഭയുടെ നടുവിൽ നിൽക്കുന്ന യേശുവാണ് എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകുവാനായി സാധിക്കുന്നു. സഭയുടെ നടുവിൽ നിൽക്കുന്ന നല്ല കർത്താവ്. ആവർത്തന പുസ്തകം 23-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, നിന്റെ ദൈവമായ യഹോവ നിന്നെ രക്ഷിപ്പാനും ശത്രുക്കളെ നിനക്ക് ഏൽപ്പിച്ചു തരുവാനും നിന്റെ പാളയത്തിന് മധ്യേ നടക്കുന്നു. നിങ്ങൾ വൃത്തികേട് കണ്ടിട്ട് അവൻ നിന്നെ വിട്ടകലാതിരിപ്പാൻ നിന്റെ പാളയം ശുദ്ധിയുള്ളതായിരിക്കണം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇവിടെ മോശയുടെ പഞ്ചഗ്രന്ഥങ്ങളിൽ അവസാനത്തെ പുസ്തകമാകുന്ന ആവർത്തന പുസ്തകത്തിൽ മോശയുടെ മരണത്തിന് മുമ്പായിട്ട് പുതിയ തലമുറയോട് മോശ പറയുകയാണ്, നിന്റെ ദൈവമായ യഹോവ നിന്നെ രക്ഷിപ്പാനും ശത്രുക്കളെ നിനക്ക് ഏൽപ്പിച്ചു തരുവാനും നിന്റെ പാളയത്തിന് മധ്യേ നടക്കുന്നു. അപ്പോൾ നോക്കി, ഇസ്രായേൽ പാളയത്തിൻ്റെ മധ്യേ നടക്കുന്നവനാണ് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ. എന്തിനാണ് നടക്കുന്നത്? ആമേൻ. അവിടെ തന്നെ കാണുന്നുണ്ട്, 1 നിന്നെ രക്ഷിപ്പാൻ, 2 ശത്രുക്കളെ നിനക്ക് ഏൽപ്പിച്ചു തരുവാൻ. അപ്പോൾ ദൈവം നിന്നെ രക്ഷിക്കണമെങ്കിൽ, ശത്രുവിനെ നിന്റെ കയ്യിൽ ദൈവം ഏൽപ്പിച്ചു തരണമെങ്കിൽ, നീ എങ്ങനെയുള്ളതായിരിക്കും? നിങ്ങൾ വൃത്തികേട് കണ്ടിട്ട് അവൻ നിന്നെ വിട്ടകലാതിരിപ്പാൻ നിന്റെ പാളയം എപ്പോഴും ശുദ്ധിയുള്ളതായിരിക്കണം. പാളയം വൃത്തിയുള്ളതായിരിക്കണം, പാളയം ശുദ്ധിയുള്ളതായിരിക്കണം. പാളയത്തിൽ ഏതൊരു മലിനതയോ അഴുക്കുകളോ പാളയത്തിൽ വരുവാൻ പാടില്ല. എങ്കിൽ മാത്രമേ ദൈവം നിന്നെ രക്ഷിക്കത്തുള്ളൂ, ശത്രുവിനെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചു തരികയുള്ളൂ എന്ന് മോശ വ്യക്തമായി ഇവിടെ പറയുകയാണ്. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 20-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിലുണ്ട് എന്നും ഞാൻ നിങ്ങളോട് പറയുന്നു. കർത്താവ് യേശു പറയാണ്, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ 2-3 പേർ കൂടി വരുന്നവരുടെ മധ്യത്തിൽ യേശു ഉണ്ട് എന്ന് കർത്താവ് നമ്മെ പഠിപ്പിക്കുകയാണ്. ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ കൂടി വരുന്നവരുടെ നടുവിൽ നമ്മുടെ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. പ്രിയമുള്ളവരെ, ലൂക്കോസ് 23-ാം അധ്യായം 33-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, തലയോടിടമെന്ന സ്ഥലത്ത് എത്തിയപ്പോൾ അവർ അവിടെ അവനെയും ദുഷ്പ്രവൃത്തിക്കാരെയും ഒരുത്തനെ വലത്തും ഒരുത്തനെ ഇടത്തുമായി ക്രൂശിച്ചു. അപ്പോൾ അവിടെയും നമുക്ക് കാണുന്നത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു 2 കള്ളന്മാരുടെ നടുവിലാണ് കർത്താവിനെ ക്രൂശിപ്പാനായിടയായത്. സ്വതം അവിടെ കൊണ്ട് അവസാനിച്ചില്ല. നമ്മൾ ലൂക്കോസ് 24-36-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ഇങ്ങനെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ
അവൻ അവരുടെ നടുവിൽ നിന്ന് നിങ്ങൾക്ക് സമാധാനമെന്ന് പറഞ്ഞു. അപ്പോൾ സമാധാനമില്ലാത്ത അവസ്ഥയിൽ തൻ്റെ ശിഷ്യന്മാരായിരിക്കുന്ന മധ്യത്തിൽ കർത്താവ് മറഞ്ഞ് അവിടെ നടുവിലേക്ക് ഇറങ്ങിച്ചെന്ന് കർത്താവ് പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് സമാധാനം തരുന്നു എന്നാണ്. അപ്പോൾ ഇന്ന് ഈ നിമിഷത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ദൈവമക്കളെ, നമ്മുടെ കർത്താവ് ഒന്ന് സഭയുടെ നടുവിൽ നിൽക്കുന്ന നല്ല കർത്താവാണ്. യേശു കർത്താവിൻ്റെ ജനനം, നമ്മുടെ കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷ, നമ്മുടെ കർത്താവിൻ്റെ ഉപദേശങ്ങൾ, അത്ഭുതങ്ങൾ എല്ലാം എവിടെയാണ് നടന്നത്? ഭൂമിയുടെ മധ്യഭാഗത്തായിരുന്നു കർത്താവിൻ്റെ എല്ലാവിധമാകുന്ന ശുശ്രൂഷകൾ നടന്നത്. കർത്താവ് യേശുവിൻ്റെ അതേ ഉയർത്തെഴുന്നേൽപ്പ്, കർത്താവിൻ്റെ സ്വർഗാരോഹണം എല്ലാമെല്ലാം ഭൂമിയുടെ മധ്യഭാഗത്തായിരുന്നു. പ്രിയമുള്ളവരെ, എല്ലാറ്റിലുപരിയായി നമ്മുടെ കർത്താവ് മനുഷ്യരിൽ വസിക്കുന്നത് എവിടെയാണ്? മനുഷ്യൻ്റെ മധ്യഭാഗമാകുന്ന ഹൃദയത്തിലാണ് നമ്മുടെ കർത്താവ് വസിക്കുന്നത്. ഹല്ലേലൂയ. ഈ നിമിഷത്തിൽ പ്രിയ ദൈവമക്കളെ, നമ്മുടെ ആരാധനയുടെ നടുവിൽ നമ്മുടെ കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട്. സഭയുടെ നടുവിൽ നമ്മുടെ കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട്. ഇവിടെയെല്ലാം നമ്മുടെ കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട്. ഹല്ലേലൂയ. എല്ലാറ്റിലുപരിയായിട്ട് നമ്മുടെ കർത്താവ് തൻ്റേതായ മത്തായിയുടെ സുവിശേഷത്തിൻ്റെ അവസാന ഭാഗങ്ങൾ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്: ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്ന് നമ്മുടെ കർത്താവ് അരുളി ചെയ്യുവാനായിടയായിത്തീർന്നു. ഹല്ലേലൂയ. എത്ര നല്ല കർത്താവാണ് പ്രിയമുള്ളവരെ. അവനെന്ന് ഈ നിമിഷത്തിൽ നമ്മൾ കുടുംബത്തിനുള്ളിൽ തന്നെ ഭാര്യയും ഭർത്താവും അപ്പനും മക്കളും ആയിക്കോട്ടെ, നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥനയ്ക്കായിട്ട് ഹല്ലേലൂയ ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കുമ്പോൾ, ദൈവസന്നിധിയിൽ മുട്ടുകുത്തുമ്പോൾ നമ്മുടെ നടുവിൽ ഇറങ്ങി വന്ന് ഹല്ലേലൂയ നമ്മെ സഹായിക്കുന്ന നമ്മുടെ നല്ല കർത്താവാണ്. നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന നല്ല ദൈവമാണ്. നമ്മുടെ ആരാധന സ്വീകരിക്കുന്ന നല്ല കർത്താവാണ്. ഹല്ലേലൂയ. ആകയാൽ സ്തോത്രം. നമ്മുടെ കർത്താവ് നമ്മെ ഒരു നാളും തള്ളിക്കളയുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. മറന്നു കളയരുത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ സഭയുടെ നടുവിൽ വസിക്കുന്നവനാണ് നമ്മുടെ നല്ല യേശു. ഹല്ലേലൂയ. ആകയാൽ സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നാം ഒന്നുകൊണ്ടും ഭാരപ്പെടേണ്ട കാര്യമില്ല, നാം പ്രയാസപ്പെടേണ്ട കാര്യമില്ല. നാം ഉപജീവനത്തിന് വേണ്ടി കടന്നു പോകുമ്പോഴും ഉപജീവനത്തിന് പോയിട്ട് നാം മടങ്ങി വരുന്ന വേളയിലും ഹല്ലേലൂയ നമ്മുടെ നിപ്പിലായാലും കിടക്കുന്ന സന്ദർഭത്തിലായാലും ഇരിക്കുന്ന വേളയിലായാലും ആമേൻ ആമേൻ എല്ലായ്പ്പോഴും നമ്മുടെ കർത്താവ് എന്നോടും നിങ്ങളോട് കൂടെയുണ്ട് എന്ന് നാം മറന്നു കളയരുത്. നമ്മൾ വിഷാദത്തോടെ ഇരിക്കുമ്പോൾ, വേദനയോടെ ആയിരിക്കുമ്പോൾ, കണ്ണുനീരോടെ ആയിരിക്കുമ്പോൾ, രാത്രിയുടെ യാമങ്ങളിലൊക്കെ എഴുന്നേറ്റ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന വേളയിൽ ഒറ്റയ്ക്കായാലും കൂട്ടമായാലും നാം പ്രാർത്ഥിക്കുന്ന സന്ദർഭങ്ങളിലൊക്കെ നമ്മുടെ കർത്താവായ യേശു നമ്മോട് കൂടെയുണ്ട്. നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന നല്ല കർത്താവ് തന്നെയാണ്. ഹല്ലേലൂയ. അതിലെ കർത്താവ് പഠിപ്പിച്ചത്, യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ തുറക്കപ്പെടുമെന്നല്ല. കർത്താവ് തന്നെ നമുക്ക് നമ്മെ ഉപദേശിപ്പാനും പഠിപ്പിപ്പാനും ഇടയായിത്തീർന്നു. ആകയാൽ സഭയുടെ നടുവിൽ വസിക്കുന്ന നല്ല കർത്താവ്, ഹല്ലേലൂയ. 2-3 പേർ കർത്താവിനെ നാമത്തിൽ കൂടി വരുന്നത് നടുവിൽ വസിക്കുന്ന നമ്മുടെ കർത്താവ്, 2 കള്ളന്മാരുടെ നടുവിൽ വസിക്കുന്നതായ നല്ല കർത്താവ് ഇന്ന് ഈ നിമിഷത്തിലും ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ദൈവജനമേ, പ്രിയ ദൈവമക്കളെ, നിങ്ങളുടെ നടുവിലും നമ്മുടെ കർത്താവുണ്ട്. മറന്നു കളയരുത്. ആകയാൽ കർത്താവിനെ നമ്മൾ നന്ദി കരേറ്റാം, കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവിനോ നമുക്ക് സ്തുതിക്കാം. ആ കർത്താവിന് എല്ലായ്പ്പോഴും സ്തോത്രയാഗം അർപ്പിച്ചുകൊണ്ടായിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അൻപുള്ള ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ നിമിഷത്തിൽ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുകയാണ് പിതാവേ. വചനം കേട്ട് ആരും നഷ്ടപ്പെട്ടു പോകുവാൻ ഇടവരാതെ വിടം. വചനം കേട്ട് ആരും അവരവരെ തന്നെ ചതിക്കാതെ വചനപ്രകാരം ജീവിച്ചുകൊണ്ട് ദൈവികമായ അനുഗ്രഹങ്ങൾ പ്രാപിച്ചുകൊണ്ട് നിത്യജീവൻ പ്രാപിക്കുന്നവരായിരിക്കാൻ സ്നേഹനിധിയായ ദൈവം കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്നതേക്കായി നന്ദി. യേശുവിൻ നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയോട് കേൾക്കണം. നല്ല പിതാവേ, ആമേൻ.